നമസ്കാരം. ഈ കേരളം സേവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തൊഴിലുറപ്പ് കാർഡ് എങ്ങനെ കെ-സ്മാർട്ട് വഴി അപേക്ഷിക്കാം എന്നതാണ്. അതിനായി മുകളിലുള്ള ന്യൂ ആപ്ലിക്കേഷൻ എന്നയിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ NREGS എന്ന് ടൈപ്പ് ചെയ്യുക. സൈഡിൽ വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ NREGS റിലേറ്റഡ് സർവീസസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈറ്റ് ലോഡാവുന്നതായി കാണിക്കും. ഇവിടെ നമ്മൾ ഏത് ലോക്കൽ ബോഡിയിലേക്കാണ് നമ്മുടെ അപേക്ഷ സെൻഡ് ചെയ്യുന്നത് എന്ന് സെലക്ട് ചെയ്യുക. അതിനായി ജില്ലയും ലോക്കൽ ബോഡിയുടെ തരം, അതായത് മുനിസിപ്പാലിറ്റിയാണോ ഗ്രാമപഞ്ചായത്താണോ എന്ന് തിരഞ്ഞെടുക്കുകയും നമ്മുടെ പഞ്ചായത്ത് ഏതാണോ അതവിടെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് അപേക്ഷകൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അവിടെ ഡിസ്ട്രിക്റ്റ് എന്നയിടത്ത് നിങ്ങൾ താമസിക്കുന്ന ജില്ല സെലക്ട് ചെയ്യുക. ലോക്കൽ ബോഡി ടൈപ്പിൽ വീണ്ടും നിങ്ങളുടെ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഇവിടെ എല്ലാ ഫീൽഡുകളും ചെയ്യണം എന്നില്ല. അവിടെ ഹൗസ് നെയിമും കൊടുക്കുക. പിന്നെ വാർഡ് നെയിം അഥവാ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ ഏത് വാർഡിലാണ് താമസിക്കുന്നത് എന്നും കൊടുക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. പിന്നെ മുഖ്യസ്ഥലം, അതായത് മെയിൻ പ്ലേസ് കൊടുക്കുക. ഇത്രയും വിവരങ്ങൾ മാത്രമേ അപേക്ഷകൻ്റെ ഡീറ്റെയിൽസിൽ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയും കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പ്രൊസീഡ് എന്നത് ഞെക്കുക. അപ്പോൾ സൈഡിൽ പോപ്പപ്പ് വരും, സക്സസ് എന്ന് പറഞ്ഞ്. ഇപ്പോൾ നമുക്ക് ജനറൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യണം. അതിനായി ജെൻഡർ എന്നയിടത്ത് നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. കാറ്റഗറി എന്നയിടത്ത് നിങ്ങളുടെ കാറ്റഗറി, അതായത് OBC ആണോ SC ആണോ ST ആണോ എന്ന് കൊടുക്കുക. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് APL ആണോ BPL ആണോ എന്ന് കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് നല്ലത്. അവിടെ അക്കൗണ്ട് ID അടിക്കുക. ബാങ്കിൻ്റെ പേര് നൽകുക. ബ്രാഞ്ച് ഏതാണോ അത് സെർച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ IFSC ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇവിടെ അക്കൗണ്ട് നമ്പറും കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ ജോബ് കാർഡ് എന്ന് കൊടുത്താൽ മതി. അത് ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന പേജാണ് വരിക. ആദ്യം ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫയൽ അവിടെ അപ്ലോഡ് ചെയ്യുക. ഇഷ്യൂ ഡേറ്റും വാലിഡ് അപ് ടുവും ഫിൽ ചെയ്യണം എന്നില്ല. ചെയ്തതിന് ശേഷം അടുത്തത് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലഭിക്കുന്നതാണ്. അടുത്തത് ഡോക്യുമെൻ്റ് നെയിം എന്നയിടത്ത് അടുത്ത സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് കൊടുക്കുക. ഇവിടെ ആധാർ കാർഡ് ആണ് കൊടുക്കുന്നത്. ആധാർ കാർഡ് എന്ന് അവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അറ്റാച്ച്മെൻറ്റ് എന്നതിൽ ആധാർ കാർഡിൻ്റെ ഫോട്ടോ നൽകുക. 5 MB വരെയുള്ള ഫയൽ മാത്രമേ ഇത് സ്വീകരിക്കുകയുള്ളൂ. അടുത്ത ഡോക്യുമെൻ്റ് നെയിമിൽ റേഷൻ കാർഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് റേഷൻ കാർഡിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഓരോ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സും കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ഇവിടെ ബാങ്ക് പാസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഫോട്ടോ എടുത്തത് നൽകുക. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലായി എല്ലാം കാണുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, അതാണ് കാണാത്തത്. പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ എന്നതിൽ ഞെക്കി ഇവിടെ ഇതൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് I agree എന്നതിൽ ഞെക്കുക. എന്നിട്ട് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP വെരിഫിക്കേഷനായി ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ സെൻഡ് ബട്ടണിൽ ഞെക്കി OTP വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.